ഒരു പഴയ ബിൽഡിംഗ് ആണ്. അപ്പോൾ പോയ സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു. അറിയാലോ, പെട്ടെന്ന് എട്ടി നോക്കുമ്പോൾ ഇത്രയും നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പം ഞാൻ നോക്കുമ്പം ഈ ആക്ടറാണ്. അപ്പം എന്താണ് അങ്ങനെ, അതായത് വിത്തൗട്ട് പെർമിഷനാണ്, ഒരു ഹിൻഡും ഇല്ല. ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ്. ആ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് മുഖംമൂടികൾ ഒന്നൊന്നായിട്ട് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പലരും അവരുടെ ആരോപണങ്ങൾ പങ്കുവയ്ക്കുന്നത് സ്വന്തം ചാനൽ വഴിയോ എന്തെങ്കിലും ലൈവ് വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ ഒന്നുമല്ല. എല്ലാവരും മെയിൻ സ്ട്രീം മീഡിയാസിലാണ് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. പലരും മുമ്പ് സ്വമേധയാ ലൈവിലൊക്കെ വന്നിട്ടാണ് എല്ലാ അലഗേഷൻസും ഷെയർ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ചാനലുകളിൽ വന്നാണ് തുറന്നു പറച്ചിലുകൾ ഒക്കെ നടക്കുന്നത്. ഓരോ ദിവസവും ഓരോരോ നടന്മാർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കുഴപ്പത്തിൽ ഓരോരുത്തർ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നത് നടൻ ജയസൂര്യയാണ്. ജയസൂര്യക്കെതിരെ ഒരു നടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ജയസൂര്യയുടെ പേര് തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ പുള്ളിക്കാരി നൽകുന്ന സൂചനകളൊക്കെ നോക്കുമ്പോൾ അത് ജയസൂര്യ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആ നടിക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. 2013 ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളിൽ കുറച്ച് ഏജല്ല, യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ്. ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റാണ്, ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത പാഷൻ. അപ്പോൾ ഹസ്ബൻഡ് ട്രെയിൻ കയറ്റി വിട്ട് നമ്മൾ വളരെ സന്തോഷമായിട്ട് പോവാണ്. അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു, ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഒരു പഴയ ബിൽഡിംഗ് ആണ്. അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഞാൻ വെച്ച് അവിടെ കുറേ കുട്ടികളെ പരിചയപ്പെട്ടിരുന്നു, പെൺകുട്ടികൾ ആരെങ്കിലും. അപ്പോൾ കരങ്ങൾ പെണ്ണിൻ്റെ അല്ല, നമ്മൾ പിടിക്കുമ്പോൾ അറിയാലോ. പെട്ടെന്ന് എട്ടി നോക്കുമ്പോൾ ഇത്രയും നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പം ഈ ആക്ടറാണ്. അപ്പോൾ എന്താണ് അങ്ങനെ, അതായത് വിത്തൗട്ട് പെർമിഷനാണ്, ഒരു ഹിൻഡും ഇല്ല. ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ്. ആ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ വളരെ ആങ്സൈറ്റിയിൽ നിൽക്കുകയാണ്. വളരെ ആദ്യമേ ഡയറക്ടർ പരിചയപ്പെടുത്തിയായിരുന്നു, ഇതാണ് ഇതിലെ ഹീറോ. വേറൊരു നടി ഉണ്ടായിരുന്നു. എനിക്ക് അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം റിവീൽ ആവുന്നതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അവരെയൊക്കെ കാണുന്നത്. അങ്ങനെ സർപ്രൈസോടെ നോക്കുക, നമ്മൾ ജസ്റ്റ് എൻട്രി ആണല്ലോ. അപ്പോൾ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിത്തൗട്ട് പെർമിഷനാണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സത്യത്തിൽ പേടിച്ചെന്ന് വെച്ചാൽ നല്ല ഷിവറിങ് ആയിപ്പോയി. നമുക്ക് അങ്ങനത്തെ ഒരു അതുവരെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ പേടിച്ചു. അതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ബലമായിട്ട് പിടിക്കുമ്പം ഞാൻ തള്ളി മാറ്റി. ഞാൻ പറഞ്ഞ അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു, ഞാൻ കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വിട് എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട, ഇതെന്താ നിങ്ങളിങ്ങനെ വിത്തൗട്ട് പെർമിഷൻ ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എനിക്ക് സോണിയനെ ഭയങ്കര ഇഷ്ടമാണ്. സോണിയ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്ന് സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവിടെ വെച്ചൊരു പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. കാരണം ഇതിപ്പം ചാനലിലൊക്കെ വരുവാണെങ്കിൽ കമൻറ്റിൽ അടിയിൽ ആ നായകൻ ഇത്രയും ദാരിദ്ര്യം എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഇടായിരിക്കും. അത് കളിയാക്കി കമൻറ്റ് ഇടാനേ പറ്റുള്ളൂ. പക്ഷേ നമ്മളെ പോലെ ഒരാൾക്ക് ഇപ്പോൾ വന്നിട്ട് ഇതിങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയ അറ്റൻഷൻ അത്യാവശ്യം കിട്ടിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അറ്റൻഷന് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ നാളെ ഇപ്പോൾ പല കാര്യങ്ങളും പറയാം. എനിക്ക് അങ്ങനെ ഒരു അറ്റൻഷൻ സിനിമയിൽ ഒരു അവസരം കിട്ടാനാണ് എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. അങ്ങനെ തുറന്ന് പറഞ്ഞാൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത് അവർക്ക് നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങളും ഭീഷണികളുമൊക്കെ ആയിരിക്കും. സംസാരിക്കുന്നത് പ്രത്യേകിച്ചും ഒരു വലിയ നടനെതിരെ ആകുമ്പോഴേക്കും ഫാൻസിൻ്റെ ഭീഷണികളൊക്കെ ഒരുപാട് നേരിടേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, ആളുകൾ ഒരു വല്ലാത്ത രീതിയിലായിരിക്കും ആ പെൺകുട്ടിയെ നോക്കിക്കാണുക. മോശം അനുഭവങ്ങളിലൂടെ കടന്ന് പോകുന്നവരാകുമ്പോൾ ആളുകൾ നോക്കിക്കാണുന്ന രീതിയൊക്കെ മാറും. അതുകൊണ്ടാണ് പലരും മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അത് പുറത്തൊന്നും തുറന്നു പറയാതെ ഇരിക്കുന്നത്. പിന്നീട് കുടുംബ പ്രശ്നങ്ങൾ വേറെയും ഉണ്ടാകും. അതിനെ മറികടന്ന് അനുഭവങ്ങളൊക്കെ തുറന്ന് പറയാൻ ചില്ലറ ഗട്ട്സൊന്നും പോരാ. അപ്പോൾ ഇതൊക്കെ തുറന്ന് പറയുന്ന പലവർക്കും നല്ല അവസരങ്ങളൊക്കെ നഷ്ടപ്പെടാറുണ്ട്. തുറന്ന് പറയുന്നവരെ ഒരിക്കലും തളർത്തരുത്. പറയുന്നതിൽ എന്തെങ്കിലും കഴിവുണ്ടോ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. സോണിയ മൽഹാർ എന്ന നടി പറഞ്ഞത് എന്താണ്? ഒരു
2013 ഒരു ഷൂട്ട് നടന്നു. തൊടുപുഴയിൽ വെച്ചാണ് സംഭവം നടന്നത്. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറിൽപ്പെട്ട നടനാണ്. ഫാം ഹൗസിൻ്റെ അടുത്തായിരുന്നു ഷൂട്ടിങ് എന്നൊക്കെയുള്ള ഹിൻറ്റുകളാണ് പുള്ളിക്കാരി നൽകിയത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും 2013 തൊടുപുഴയിൽ നടന്ന ഫാം ഹൗസിൽ ബേസ് ചെയ്തിട്ടുള്ള സിനിമ ഷൂട്ടിങ് വന്നിട്ട് ജയസൂര്യയുടെ ഒരു പടമാണ്. എന്തായാലും പടമൊക്കെ പൊട്ടി. പുള്ളിക്കാരി പിന്നെ പറയുന്നത് അതേ നടൻ വൈകുന്നേരം വന്ന് തൻ്റെ ഫോൺ നമ്പർ ചോദിക്കുകയുണ്ടായി. താൻ കൊടുത്തില്ല എന്നൊക്കെയാണ്. രാത്രി വീട്ടിൽ ഭർത്താവിനോടും കാര്യം തുറന്നു പറഞ്ഞുവെന്നും അപ്പോൾ ഭർത്താവ് പറഞ്ഞത് നിനക്ക് താല്പര്യമില്ലെങ്കിൽ സിനിമയിൽ പോകണ്ട എന്നാണ്. പിന്നെ പുള്ളിക്കാരി 4 ദിവസം ഷൂട്ടൊക്കെ തീർത്തിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരാൻ നേരം ആ യുവനടൻ സോറി പറഞ്ഞു എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അതിനുശേഷം നടനുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഇത് കണ്ടിട്ട് ന്യൂസ് 18 ചാനലുകാർക്ക് കാര്യം പിടികിട്ടി. നടൻ ജയസൂര്യയാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ അവർ സോണിയ മൽഹാറിനെ ഒരു ചാനൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. അതിൻ്റെ തമ്പനയിൽ നോക്കിക്കാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ചർച്ചയ്ക്ക് വന്ന് സോണിയയോട് അവതാരിക ആദ്യം ചോദിക്കുന്നത് ആരാണ് ഈ പ്രശ്നത്തിന് വന്നു എന്നാണ്. തുറന്ന് പറയാൻ താല്പര്യമുണ്ടോ എന്നും ചോദിക്കുന്നു. അത് നമ്മൾക്ക് കണ്ടു. ഞാൻ തമ്മിൽ സൈഡിൽ കൊടുക്കാം. ഇതാണ് കൊടുത്ത തമ്മിൽ. എന്തായാലും സോണിയ മൽഹാർ ചർച്ച കഴിഞ്ഞ ദിവസം ഈ ദുരനുഭവം പുറത്തു പറഞ്ഞപ്പോൾ ഒരു യുവനടൻ എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്. എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു നടി അവരുടെ മോശം അനുഭവം പറയുമ്പോൾ ആ ആരോപണ വിധേയനായ വ്യക്തിക്ക് മുഖം നഷ്ടപ്പെടുന്നു. അയാൾ എത്ര ഉന്നതനാണ് സിനിമയിലെന്ന് നമുക്കറിയാം. അയാൾക്ക് അമ്മ താരസംഘടനയായ അമ്മയിലെ പദവി രാജിവെച്ച് പോകേണ്ടി വരുന്നു. ഈ ഘട്ടത്തിൽ ആരാണ് എന്ന് വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റിലേക്ക് കിടക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു സമയത്ത് ഇത്രയും വർഷമായി ഞാനത് എന്നോട് മാപ്പ് പറഞ്ഞു. ആ പ്രശ്നം പരിഹരിച്ച് പിന്നീട് ഒരിക്കൽ പോലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. പക്ഷേ ഏതെങ്കിലും സോഷ്യൽ വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് കമ്മ്യൂണിറ്റി ചെയ്യുന്നെങ്കിൽ അതേപോലെ മാപ്പ് പറഞ്ഞ് വളരെ മാന്യമായിട്ടാണ് ഒരു വാക്കുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിന് പിന്നീട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിപ്പോ എന്തിനാണ് അന്ന് നടന്നിട്ട് പറഞ്ഞു വെച്ചത്? ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് എന്നെ പോലെ ആളുകൾ കടന്നു വന്നിട്ടുള്ളതെന്ന് അറിയിക്കാന്. അതുപോലെ ഇപ്പം പെൺകുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പെൺകുട്ടികളെ കുറ്റപ്പെടുത്താതെ അവർക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇനി വരുന്നൊരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന എന്റെ കൂടെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇനി വരുന്ന ആളുകൾക്കൊക്കെ അവർക്കുള്ള ഒരു സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് സന്തോഷമായ ശീലത്തോടെ അവരുടെ തൊഴിലിടത്തില് പക്ഷേ വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറല്ല. 2-3 ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചു. എന്നിട്ട് അതിന് സോണിയ മറുപടി നൽകിയതിന് ശേഷം നൈസായിട്ട് അവതാരിക വെച്ച് കാച്ചി നിങ്ങൾ ഉദ്ദേശിക്കുന്ന നടൻ ജയസൂര്യ അല്ലേ എന്ന് നമ്മൾക്ക് ബാക്കി കണ്ടിട്ട് വരാം. സോണിയ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. സോണിയയുടെ ഈ അഭിമുഖങ്ങൾ വരുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ഒരു യുവനടന്റെ ഫോട്ടോയും ആ രീതിയിലായ അദ്ദേഹമാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട്. എല്ലാവർക്കും പരിചിതനായ ആ ഒരു യുവനടൻ ആരോപണ നിഴലിലാണ്. ജയസൂര്യ എന്ന നടന്റെ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെയൊക്കെ വരുന്നത്. താങ്കൾ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നടൻ ആ ആരോപണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട്. അദ്ദേഹം നിരപരാധിയാണോ അല്ലയോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു. ഞാൻ ആരുടെയും പേര് എടുത്ത് പറയുകയോ അങ്ങനെ അതിന് വേണ്ടി ഞാൻ പറയുന്നില്ല. കാരണം ഞാനൊരു പേരുപരമായിട്ട് എടുത്ത് പറയുകയോ നിഷേധിക്കുകയോ രണ്ടിനും ഞാനില്ല. അപ്പൊ അത് എന്ന് വെച്ചാൽ അത് എന്ത് ചെയ്താലും അത് കുഴപ്പത്തിലേക്ക് വരാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം പറ്റും. കാരണം ഞാൻ തന്നെ ഒരു വലിയ ട്രോമയിലൂടെ പോകുന്ന ഒരാളാണ്. ലൈഫിൽ ഒരുപാട് സങ്കീർണതകളിലൂടെ പോകുന്നതാണ്. അപ്പൊ നമ്മൾക്ക് ഇനി ഒരു ഇത് പറ്റില്ല. അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ പേര് പറയുന്നത്. ഒറ്റ കാര്യം കൂടി, താങ്കൾ അനുഭവിച്ച ദുഃഖം എത്രയാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് പ്രതികരിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവർ എന്ന് പറയുന്നവർ നിരപരാധികളാണ്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി ഒന്നും പറയരുത് എന്ന് വെക്കുകയാണ്. അപ്പോഴും ഈ ക്രൂശിക്കപ്പെടുന്ന അല്ലെ സമൂഹ മാധ്യമങ്ങളിൽ ആരോപിക്കപ്പെടുന്നയാൾ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട്, അദ്ദേഹവും ആരോപണ നിഴലിലാണ്. അതിൽ വ്യക്തത വരുത്തണം എന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതല്ല എന്നുള്ളത് കൊണ്ടാണോ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ അത് നിഷേധിക്കാത്തത്?
അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനഹാനി അദ്ദേഹത്തിനോ കുടുംബത്തിനോ തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പൊതുസമൂഹത്തോട് എന്നെ എന്തിനാണ് തോതുകളിലേക്ക് വലിച്ചെടുക്കുന്നത് അദ്ദേഹം ആരാണ് മോശമായിട്ട് പെരുമാറിയത് എന്ന് പറയാതെ അതിന് സൂചനകൾ നൽകിയത് മാത്രമേ ഈ സോണിയ മൽഹാർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ സൂചനകളൊക്കെ നൽകുമ്പോൾ ആളുകൾ പലതും ഗസ് ചെയ്തിട്ട് വേറെ പലരിലേക്കും ഈ ആരോപണങ്ങൾ നീങ്ങാനായിട്ട് തുടങ്ങും. നിരപരാധികൾ വരെ ക്രൂശിക്കപ്പെടുകയും ചെയ്യും. സൂചനകൾ നൽകുന്നതും പേരെടുത്ത് പറയുന്നതും ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കാര്യം മനസ്സിലാകും. ചുമ്മാ ആ നടൻ ഈ നടൻ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് പേര് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഈ നടി പറയുന്നത് എന്ത് തന്നെയായാലും അത് സത്യമായാലും അത് പിന്നീട് തെളിയിക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ സാഹചര്യമായാലും ഇതുപോലെ ഓരോരോരോ പുതിയ ആരോപണങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ദിവസവും ഇങ്ങനെ ഓരോന്ന് പുറത്ത് വരുന്നുണ്ട്. ഒരുപാട് നടന്മാരെ കുറിച്ചിട്ട് ഇതുപോലെയുള്ള ആരോപണങ്ങളും പല നടികളും ഈ തുറന്നു പറച്ചിലുകളുമൊക്കെ നടത്താൻ തുടങ്ങിയ ഈ സാഹചര്യത്തിൽ സംഗതികളൊക്കെ ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും പലരും ഈ ഓരോരോ ദിവസവും കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് പ്രധാനമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം.